Drop it. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോർടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയെ പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലായിരിക്കുമല്ലോ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും. വേറൊന്നുമല്ല, നമ്മൾ കൊക്കക്കോള വെച്ച് നമ്മുടെ വാഹനങ്ങളുടെ ടയർ അടിപൊളിയായിട്ട് കറുപ്പിക്കാൻ പോവാണ്. സാധാരണ നമ്മൾ വണ്ടിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡി മാത്രമേ കഴിയാറുള്ളൂ. എന്നാൽ അതുപോലല്ലോ, ടയറും കൂടെ വൃത്തിക്കിരിക്കണ്ടേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അതിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ആകെ ഒരു കോള മാത്രം മതി, കൊക്കക്കോള. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ കിട്ടാവുന്ന ഏറ്റവും ചെളി പിടിച്ച ടയർ ഒക്കെ എടുത്തേക്കുന്നത്. ബാക്കി ടയറൊക്കെ കുറച്ച് വൃത്തിയുണ്ട് കേട്ടോ. നോക്കിയോ, ടയറിൻ്റെ കണ്ടീഷൻ നോക്കിക്കോണേ. നമ്മൾ ടയർ കഴുകുന്ന പോലും ഇല്ല, ടയറിന് ചെളി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചെളി പിടിച്ചിരിക്കുന്ന ടയറാണ്. ഇനിയിപ്പോൾ കുറച്ച് തുണി എടുക്കാം. ഇനി കൊക്കക്കോള എടുത്തിട്ട് നൈസായിട്ട് തുണിയിലേക്ക് കുറച്ച് ഒഴിക്കാം. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി, ഓവറായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കൊക്കക്കോള നമ്മൾ തുണിയിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെ ഈ ചെളി ഇരിക്കുന്നതിൻ്റെ മണ്ടയിൽ കൂടെ തന്നെ നമ്മൾ തേക്കുന്നത്. കഴുകിയിട്ടൊന്നും തേക്കേണ്ട ആവശ്യമില്ല. അത് നോക്കണം, ചുമ്മാ തേച്ച് വിടുന്നതേ ഉള്ളൂ. നല്ല കട്ടിക്ക് തേക്കണേ. നമ്മൾ ടയർ ചിലപ്പോൾ കഴുകിയിട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും. നമ്മളിപ്പം ഒന്നും ചെയ്യുന്നില്ല, കാരണം ചെളി ഇല്ലാതെ ടയറിൽ തൂത്താൽ എത്രത്തോളം വൃത്തിയാവുമെന്ന് അറിയണ്ടേ. കുറച്ച് ഭാഗത്ത് മാത്രം നമ്മൾ തൂക്കുന്നുള്ളേ, ബാക്കി ഇത്ര ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇത്രയും തൂത്ത് വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അറിയാം ഇതിൻ്റെ അകത്ത് എത്രത്തോളം മാറ്റം വരുന്നുണ്ടെന്ന്. ഈ ടയറിൽ നോക്കിയാൽ ഇത്രത്തോളം ചെടി വിളിച്ചിരുന്ന ടയറാണ്. നമ്മൾ ഇപ്പോൾ തൂത്തപ്പോഴത്തേക്ക് നനഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും ഇത്രയും കറുത്തേക്കുന്നത്. പക്ഷേ അതല്ല, ഇത് ഉണങ്ങി കഴിയുമ്പോൾ കണ്ടോണം ഇതിൽ വരുന്ന മാറ്റം. എന്നാലൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ 15 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു. 10 മിനിറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നല്ലൊരു 15 മിനിറ്റ് കൊടുത്തു, നല്ല രീതിയിൽ ഉണങ്ങട്ടെ എന്ന് ഓർത്ത്. എന്നിട്ട് നമ്മൾ വന്ന് നോക്കിയപ്പോൾ കണ്ട റിസൾട്ടാണ് ഇത്. ഇത്രത്തോളം കാണിച്ചു കൊടുത്താലോ നല്ലപോലെ. ഇത് കണ്ടോ, ടയറിലെ കളറിൽ വന്ന വ്യത്യാസം നോക്കിയേ. ചെളി പിടിച്ചിരിക്കുന്ന അത്ര ഭാഗവും നമ്മൾ കൊക്കക്കോള തൂത്ത അത്ര ഭാഗവും നോക്കിയേ. സംഭവം ഉണങ്ങി കേട്ടോ. ഇപ്പോൾ നല്ലത് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ടയറിൽ കൊക്കക്കോള തൂത്തപ്പോൾ കളർ കണ്ടോ, കാർത്തൊരുമാതിരി പെയിൻ്റ് അടിച്ച് വെച്ച പോലെ ആയിപ്പോയി. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ല പുതിയ ടയർ പോലെ ഇരിക്കും. നമ്മൾ ഇത് കഴുകിയിട്ട് തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചിലപ്പോൾ റിസൾട്ട് കിട്ടും. കാരണം ടയറിൽ ചെളി പോയി കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടെ നല്ല രീതിയിൽ കറുത്ത് നിൽക്കും. നല്ല രീതിയിൽ ടയറിന്ന് കഴുകിയാൽ നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയാണിത് കഴുകാതെ ചെയ്തത്. എന്നാലും നമ്മളിത് കഴിഞ്ഞ് നമ്മുടെ 4 ടയറിലും എന്നാലും സെറ്റ് ചെയ്തെടുക്കും, നമ്മൾ ടയർ വൃത്തിയാക്കും. സംഭവം കണ്ടോ, കൊക്കക്കോള കുടിക്കുമ്പോൾ വയറും വൃത്തിയാവും കേട്ടോ. ചുമ്മാ പറഞ്ഞാൽ നല്ല രീതിയിൽ കെമിക്കലാണ്, അതൊക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് തന്നെ വന്നേക്ക് നമുക്കൊന്നും അറിയത്തില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്നും അറിയത്തില്ല. സംഭവം കൊക്കക്കോള ഉപയോഗിച്ചാൽ ഇതാണ് നടക്കുന്നത്. കൊള്ളാം. ഇനി നമ്മുടെ ടയർ മുഴുവനും തൂത്തെടുത്താതാ ഇതുപോലെ ഇരിക്കും. നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര ഉള്ളത് നമ്മുടെ വീഡിയോ. സംഭവം നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. സംഭവം 40 രൂപയാണ് ഈ കൊക്കക്കോളയ്ക്ക് വരുന്നത്. അപ്പം 40 രൂപ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ടയറും വൃത്തിയാക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എന്നാ ഇൻഗ്രീഡിയൻസ് എന്നാന്നും നമുക്കറിയത്തില്ല. സംഭവം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടയർ വൃത്തിയാകും. ഇതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഇത് ചെയ്ത് നോക്കിയായിരുന്നു. സംഭവം ഇപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ 100% സക്സസ് ആയതുകൊണ്ടാണ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. വർക്കൗട്ടാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ വർക്കൗട്ടായി, അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത്. സംഭവം ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. താഴെ കമൻറ്റ് ബോക്സ് കിടപ്പുണ്ട്, നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്. ഒട്ടങ്ങി ഇരിക്കുന്നു, ഓടിക്കളിക്കുന്നു. കുഴപ്പമില്ലല്ലേ? ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരുന്നാൽ മതി. അങ്ങനെ നല്ലത്. ഉരുളുമായിരുന്നു. കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇച്ചി കൈ പൊക്കിക്കേ. എടാ, ഈ കറുത്തിരിക്കുന്നതൊക്കെ കാണത്തുള്ളൂ, ഇവിടെ കാണാൻ പറ്റുമോ? വലിയായിട്ട് കാണത്തില്ല, എന്നാലും കുറച്ച് ചെളിയൊക്കെ വരുത്തേക്കട്ടെ. അയ്യേ, അത് മോശം. ഇവിടെ കാണത്തില്ലല്ലോ. വേണ്ട വേണ്ട, എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. കൈ, നിന്റെ കൈ. അത് പൊളി. കൊള്ളാം കൊള്ളാം. കുഴപ്പമില്ലല്ലോ, കളഞ്ഞ മുഖം മാത്രമേ ഉള്ളൂ. എടുക്കുമല്ലേ?